8ഉം 10ഉം മീറ്റിങ്ങുകളാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന പരിപാടികളാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 10 അല്ല 20 മീറ്റിങ്ങുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിടാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് പല രീതിയിലും നമ്മളെ ശത്രുക്കളെ ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചു പോകുന്ന, അത് പഞ്ചായത്ത് ആയിക്കോട്ടെ, നിയമസഭയിലായിക്കോട്ടെ, പാർലമെന്റിലേക്കായിക്കോട്ടെ, എല്ലാവരും തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 5 വർഷത്തിന് ശേഷമാണ് ജനങ്ങളെ കാണുന്നതും ആ നാട്ടിലേക്ക് വരുന്നതും. ഇപ്പം നമ്മുടെ ഒരു MP നമ്മൾ തിരഞ്ഞെടുത്ത് അയച്ചിട്ട് 5 വർഷമായി. എനിക്കറിയില്ല അതിനുശേഷം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തെ ഈ നാട്ടിലേക്ക് പോലും വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതിനു മുമ്പ് ഒരു MP ഉണ്ടായിരുന്നു, LDFന്റെ ഇന്നസെന്റ് എന്ന് പറയുന്നത്. അദ്ദേഹവും ഇതുപോലെ തന്നെ വോട്ട് ചോദിച്ചു വന്നു, പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, അതിനെല്ലാം വ്യത്യസ്തമായിട്ട് 2020 പഞ്ചായത്ത് അധികാരമേറ്റെടുത്തതിന് ശേഷം അവരെത്രമാത്രം ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോ വീടുകളും തോറും കയറി ഇറങ്ങിയും അവർ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇനി പഞ്ചായത്തിലേക്ക് ചെല്ലുമ്പോഴായിക്കോട്ടെ, നമുക്കറിയാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനു മുമ്പ് എന്തായിരുന്നു പഞ്ചായത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിനേക്കാൾ 100 ഇരട്ടി വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ ഈ ഓരോ വർഷവും ബഡ്ജറ്റുകൾ തയ്യാറാക്കുമ്പോൾ അവിടെ ജനങ്ങൾക്ക് എന്താണ്, കാരണം ഫലവൃക്ഷ തൈകൾ പറയുമ്പോൾ പറയും പ്ലാവ് ഞങ്ങൾക്ക് വേണ്ട, മാവ് ഞങ്ങൾക്ക് വേണ്ട, ജാതി ഞങ്ങൾക്ക് വേണ്ട, മംഗോസ്റ്റിൻ ഞങ്ങൾക്ക് വേണ്ട, എന്നാൽ പോത്തുകുട്ടി ആവട്ടെ അതും വേണ്ട, എന്നാൽ ആട്ടുകുട്ടിയാവട്ടെ അതും വേണ്ട, പശുക്കുട്ടിയാവട്ടെ അതും വേണ്ട. ഇനിയിപ്പോൾ പുതിയ വലിയ ജീവികളെയും കണ്ടുപിടിച്ചിട്ട് വേണം നമ്മുടെ പഞ്ചായത്തുകളിൽ കൊടുക്കാൻ. കാരണം എല്ലാവർക്കും ആവശ്യത്തിനധികം കിട്ടിക്കഴിഞ്ഞു. ആർക്കത് വേണ്ട, എടുക്കാൻ ആളുകളില്ല എന്നാണ് പറയുന്നത്. കിട്ടാത്തവരുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് അതേ രീതിയിൽ, കാരണം 2020 ഒരു പഞ്ചായത്ത് വന്നതിന് ശേഷമാണ് ജനങ്ങൾക്ക് മനസ്സിലായത് പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത് ഇപ്പോഴാണത്. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരിക്കലും 2020 ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സമീപനമല്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി, കോൺഗ്രസ് പാർട്ടി ആയാലും ശരി, BJP-ക്കാരായാലും 2020-ക്കാരായാലും ഒരേ നീതി നടപ്പാക്കുന്ന ഇന്ത്യയിലെ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് 2020 പഞ്ചായത്തുകൾ മാത്രമേ ഉള്ളൂ. കാരണം ഇവരെല്ലാം തെരഞ്ഞെടുത്തതിന് ശേഷം ആദ്യം നടത്തിയ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ കാര്യം അതാണ്. ഇന്ന് മുതൽ നിങ്ങൾ ജനങ്ങളുടെ മെമ്പർമാരാണ്, 2020 മെമ്പർമാരല്ല. അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിച്ച് കാണാതെ ആ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഒരേ നീതി ഉറപ്പാക്കിക്കൊണ്ട് നിങ്ങൾ ഭരണം നടത്തണമെന്നാണ് പറഞ്ഞത്. അതേ രീതിയിലാണ് എല്ലാ പഞ്ചായത്തിലും. നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല കാര്യത്തിൽ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ആ കാര്യത്തിൽ തർക്കം പറയില്ല, കോൺഗ്രസ്സുകാരും തർക്കം പറയില്ല, BJP-ക്കാരും തർക്കം പറയില്ല. അങ്ങനെ ഒരു ഭരണമുണ്ടെങ്കിൽ 2020 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഐക്യനാട് എന്ന് പറയുമ്പോൾ ആദ്യ മത്സരത്തിൽ തന്നെ 14 വാർഡുകളിൽ 14 മെമ്പർമാരെയും വിജയിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം പോലും ഇല്ലാതെ 2020 വിശ്വസിച്ച് അതിന്റെ കൂടെ നിന്ന ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് എപ്പോഴും ഐക്യനാടിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പ്രത്യേക താല്പര്യമെടുക്കാറുണ്ട്. ഇപ്പോ റോഡുകളായിക്കോട്ടെ, നമുക്കറിയാം കിഴക്കമ്പലം പോലെ തന്നെ BMPC-യിൽ, കാരണം പഞ്ചായത്തിൽ നിന്നുള്ള തുക എന്ന് പറയുമ്പോൾ ഒരു റോഡിന് ഉദാഹരണമായിട്ട് 10 ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ നിയമം അനുസരിച്ച് 20 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെന്റിമീറ്റർ കനത്തിലെ ടാർ ചെയ്യാമുള്ളൂ. അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത്.
കാരണം രാഷ്ട്രീയക്കാർക്ക് അഴിമതി നടത്തണമെങ്കിൽ അതേ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും എന്താണ് 2 സെന്റിമീറ്ററാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ അത് 1/2 സെന്റിമീറ്റർ ചെയ്യും, 1.5 സെന്റിമീറ്റർ ലാഭിക്കും, ബാക്കിയുള്ളതൊക്കെ പോക്കറ്റിൽ ഇട്ടോണ്ട് പോകും. നമ്മള് അപ്പൊ ആ 10 ലക്ഷം രൂപ 20 mm 2 സെന്റിമീറ്റർ എന്ന് പറയുന്ന റോഡുകൾ നിങ്ങൾ നോക്കിയറിയാം, വൈബ്രേറ്റർ റോഡുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ആ 2 സെന്റിമീറ്റർ ചെയ്യുന്നതിന്, അതായത് നമ്മുടെ മറ്റുള്ള കോൺട്രാക്ടർ 2 സെന്റിമീറ്റർ പകരം 1/2 സെന്റിമീറ്റർ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ 2 സെന്റിമീറ്റർ പകരം 5 സെന്റിമീറ്ററിലാണ് ടാറിങ് നടത്തുന്നത്. അത് 2 ലെയറായിട്ടാണ് ടാറിങ് നടത്തുന്നത്. അപ്പോൾ ഈ 10 ലക്ഷം രൂപ ഏത് റോഡായി, ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ, അതിന്റെ കൂടെ 15 ലക്ഷം കൂടെ ചെലവാക്കിയാലാണ് ഈ രീതിയിൽ ടാർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 10 ലക്ഷം രൂപയുടെ ഒരു ടാറിങ് പഞ്ചായത്തിൽ നിന്ന് ടെൻഡർ ചെയ്ത് നമ്മൾ 2020 എടുക്കുമ്പോൾ അതിന്റെ കൂടെ 15 ലക്ഷം കൂടി മുടക്കി 25 ലക്ഷം രൂപയാണ് ആ നാട്ടിൽ മുടക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ തവണ തന്നെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1.25 കോടി രൂപയുടെ റോഡ് വർക്കാണ് ഈ ഐക്യനാടിൽ പാസ്സാക്കിയത്. ഈ 1.25 കോടി രൂപയ്ക്ക് ഏതാണ്ട് 2,40,00,000 രൂപ അതിന്റെ കൂടെ 2020 പാർട്ടി മുടക്കിയാണ് ആ റോഡുകൾ ഐക്യനാടിൽ പൂർത്തിയാക്കിയത്. നിസ്സാരമായിട്ടുള്ള പൈസയല്ല അവർ ചെലവാക്കിയിരിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, ഞാന് രാഷ്ട്രീയക്കാരനല്ല, ബിസിനസ്സുകാരനാണ്. എൻ്റെ പിതാവിൻ്റെ ഒരു ആഗ്രഹം, ആ ഒരു സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിയിട്ട് വന്നു എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞിരുന്നത്, നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ 3 നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണമെന്ന്. 2011 എൻ്റെ പിതാവ് മരണപ്പെട്ടു. 12 ഞാനും എൻ്റെ മൂത്ത സഹോദരനും കൂടി കൂടിയിട്ട് ആ ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കിഴക്കമ്പലത്ത് തുടങ്ങി വെച്ച ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് 2020. അപ്പൊ അന്ന് ഉദ്ദേശം വളരെ നിസ്സാരമായിരുന്നു. ആ കിഴക്കമ്പലം പ്രദേശം ആരും പട്ടിണി കിടക്കരുത്, എല്ലാവരും ഞങ്ങളെ പോലെ തന്നെ 3 നേരം ഭക്ഷണം കഴിക്കണം, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം. ഞങ്ങളെ ചെറുപ്പം മുതൽ പറഞ്ഞു കേൾപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാ. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയക്കാർ സമ്മതിച്ചില്ല. അവര് ഞങ്ങൾ ഇറങ്ങുന്നിടത്തൊക്കെ കയറി തടസ്സം ചെയ്തു. അങ്ങനെ തടുത്ത് കോളനികളില് കുഴൽക്കിണർ നിർമ്മിച്ച് അവർക്ക് വെള്ളം കൊടുക്കാൻ തുടങ്ങുമ്പോൾ അത് പറ്റില്ല എന്ന് പറയും. അവർക്ക് വീട് നിർമ്മിച്ച് അത് പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നപ്പോഴാണ് അധികാരമില്ലാതെ ഈ ഉദ്ദേശിക്കുന്ന പരിപാടികൾ നടത്താൻ പറ്റില്ല എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് 2015 മത്സരിച്ചത്. 19 വാർഡുകളിൽ മത്സരിച്ചു. 2020 മത്സരിക്കണമെന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പ്രതിപക്ഷത്തിലുള്ള ഭരണകക്ഷിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP മുസ്ലിം ലീഗും എല്ലാം കൂടി ഒറ്റക്കെട്ടായി. SDPI വെൽഫെയർ പാർട്ടി 7 പാർട്ടികൾ ഒരു ഭാഗത്ത്, 2020 ഒരു ഭാഗത്തായിട്ടാണ് മത്സരം പോയത്. അങ്ങനെ മത്സരിച്ച് 19 സീറ്റില് 17 സീറ്റ് പിടിച്ചു. 2 ബ്ലോക്കിൽ മത്സരിച്ചു, അവിടെയും പിടിച്ചാണ് 15 അധികാരത്തിൽ കയറിയത്. അധികാരത്തിൽ കയറുമ്പോൾ 39 ലക്ഷം രൂപ കടമായിരുന്നു, ബാക്കി വെച്ചിട്ടാണ് പോയത്. പക്ഷെ 5 വർഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു പഞ്ചായത്തായിട്ട് മാറ്റി എല്ലാ റോഡുകളും BMPC ചെയ്തു. പാടങ്ങളെല്ലാം 900 ഏക്കറോളം കൃഷി ഇറക്കി, തോടുകളൊക്കെ ആഴം കൂട്ടി. അതിപ്പോ ഇവിടെ നമ്മുടെ ഐക്യനാടും എല്ലാ തോടുകളും നമ്മൾ ആഴം കൂട്ടിക്കൊണ്ടിരിക്കുക. ഇനി കുറച്ച് എന്തോ ഒരു ഭാഗം മാത്രമേ തരാനുള്ളൂ. അപ്പോൾ ആഴം കൂട്ടി. അങ്ങനെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തിയതിനു ശേഷം 2020 ഭരണം അവസാനിക്കുമ്പോൾ 13,57,00,000 രൂപ ബാങ്കിൽ സ്ഥിര നിക്ഷേപം ഇട്ടിട്ട ഭരണം അവസാനിപ്പിച്ചു. ഇപ്പോ 8 വർഷം പൂർത്തിയാക്കുക. 2020 വീണ്ടും അവിടെ മത്സരിച്ചപ്പോൾ 19 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് 19 സീറ്റില് 17 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് 18 സീറ്റായി. ജില്ലാ പഞ്ചായത്ത് തന്നു. ഇപ്പൊ സമീപ പ്രദേശങ്ങളിലെ എല്ലാ പഞ്ചായത്തും നമ്മൾ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഇതിപ്പോ ഐക്യനാടടക്കം നമ്മൾ ഭരിക്കുന്നു. ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ 8 വർഷം പൂർത്തിയാകുകയാണ്. കിഴക്കമ്പലം പഞ്ചായത്തിൽ 23 കോടി രൂപയാണ് ബാങ്കിൽ നിക്ഷേപം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു പരിപാടി ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പൈസയൊക്കെ എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ നിയമം അനുവദിക്കുന്നില്ല. അപ്പൊ പഞ്ചായത്ത് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കാനാണ് പോകുന്നത്. അതായത് വീട്ടുകരം പാവപ്പെട്ടവർക്ക് ഒഴിവാക്കി കൊടുക്കുക, വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുക, ഇലക്ട്രിസിറ്റി ചാർജ്
പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുക, അങ്ങനെ ഒരു തീരുമാനമെടുക്കും. അത് ഗവൺമെന്റിലേക്ക് അയക്കും. ഗവൺമെന്റ് അനുവാദം തരില്ല. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശം അത് നമുക്ക് കോടതിയിൽ പോയി മേടിക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ സൗജന്യമായിട്ട് വൈദ്യുതിയും വെള്ളവും വീട്ടുകാരും ഒക്കെ ലഭിക്കുന്ന ആദ്യത്തെ പഞ്ചായത്തായിട്ട് കിഴക്കമ്പലം മാറും. അതുപോലെ തന്നെ ഐക്യനാട് നമുക്ക് മാറ്റണം. ഇവിടെയും അത് സാധ്യമാണ്. പക്ഷെ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം വേണം. നമുക്കറിയാം ഈ തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ഞാൻ ഇന്നലെ മഴുവനൂരായിരുന്നു. ആദ്യ വേദിയിൽ ഇതുപോലെ പ്രസംഗിച്ച് ആ വേദി വിട്ടിറങ്ങുമ്പോഴാണ് ദുഃഖകരമായ ഒരു വാർത്ത എനിക്ക് കിട്ടിയത്. നമ്മുടെ 2020 ഭക്ഷ്യസുരക്ഷാ മാള് അടച്ചിടാനായിട്ടുള്ള ഒരു ഉത്തരവ് നമുക്ക് ലഭിച്ചത്. ഇന്നിപ്പോൾ രാവിലെ അതിന് നോട്ടീസുകൾ എത്തിച്ചു. നമ്മൾ നടക്കേണ്ടതായിട്ട് വന്നു. ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ, നാളെ കഴിഞ്ഞ് വിഷുവാണ്, എല്ലാവരും പണം സ്വരൂപിച്ചു. കാരണം വർഷത്തിലൊരിക്കലാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ പാവപ്പെട്ടവരുടെ വീട്ടിലുണ്ടാകുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആളുകള് പണം സ്വരൂപിച്ചും എല്ലാം കരുതി വെച്ചും ഇന്നും നാളെയുമായിട്ടെല്ലാം മേടിച്ച് വിഷു ഒരുക്കാമെന്ന് കാത്തിരിക്കുമ്പോഴാണ് ഇടിവെട്ട് പോലെ ആ ഒരു തീരുമാനം നമ്മളെ അടിച്ചേൽപ്പിച്ചത്. എനിക്ക് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഇവിടെ സംസാരിക്കാൻ വരുമ്പോഴും ഇന്നും എൻ്റെ മനസ്സ് ഒരു വേദനയോട് കൂടി തന്നെയാണ്. കാരണം എങ്ങനെയാണ് നാളെ എന്ന് തുറക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിലാണത്. ഇന്ന് രാവിലെ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആളുകൾ വളരെ വികാരഭരിതമായിട്ട് പ്രതികരിക്കുന്നു, പലരും പൊട്ടിക്കരയുന്നു, വിതുമ്പുന്നു. തീരെ പാവപ്പെട്ട ആളുകൾ അവർ രാവിലെ സജീവമായിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റാൾ അടഞ്ഞു കിടക്കുക. കാരണം കഴിഞ്ഞ 8-10 വർഷമായിട്ട്, ഇപ്പോൾ ഐക്യനാടിനെ സംബന്ധിച്ച് 2-3 വർഷമായുള്ളൂ. പക്ഷേ കിഴക്കമ്പലത്തുകാരെ സംബന്ധിച്ച് 8-10 വർഷമായിട്ട് 3 നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പൊ ഇത്തവണ വിഷു വളരെ നല്ല രീതിയിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു ക്രൂരമായുള്ള നടപടി നമ്മുടെ CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നമുക്കറിയാം, ഒരിക്കലും ഇപ്പോ റേഷൻ കടകളിൽ പോയി കഴിഞ്ഞാൽ സാധനമില്ല. സപ്ലൈകോയില് ഡിസ്കൗണ്ടുള്ള സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും അവിടെ ഇല്ല. അപ്പൊ സർക്കാരിന് കൊടുക്കാൻ പറ്റാത്ത സംഗതികള് ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അത് തടയോ? ഈ രാജ്യത്തോട് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോട്, പാവപ്പെട്ട ജനങ്ങളോട് 1% ആത്മാർത്ഥതയോ കടപ്പാടോ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ക്രൂരമായിട്ട് സംഗതികൾ ചെയ്യൂ. ഇത് ഇലക്ഷനുമായിട്ട് എന്താ ബന്ധം? കഴിഞ്ഞ 2014 തുടങ്ങിയതാണ്. 2014 തുടങ്ങി 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അത് അടച്ചിടണം എന്ന് ഒരു തീരുമാനം എടുപ്പിക്കുക. നമ്മൾ വിചാരിക്കും ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം അല്ല. ഇതിന് ഉത്തരവിട്ടിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ജില്ലാ ഭരണാധികാരിയാണ്. ജില്ലാ ഭരണാധികാരി എന്ന് പറയുന്നു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയുടെ കളക്ടർ. അപ്പൊ നമുക്കറിയാലോ അതിന്റെ വഴികൾ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. കാരണം വളരെ വ്യക്തമാണത്. ഇപ്പോ 2014 തുടങ്ങിയ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അന്ന് മുതൽ 50% ഡിസ്കൗണ്ടോടുകൂടി ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ടായി, 16 നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടായി, 19 പാർലമെന്റ് തെരഞ്ഞെടുപ്പുണ്ടായി, 20 വീണ്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ടായി, 21 നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടായി. ഈ സമയത്തൊന്നും ഈ നിയമം ബാധകമല്ല. അന്നൊക്കെ നമ്മൾ തുറന്ന് പ്രവർത്തിച്ചു. ഇപ്പൊ മാത്രം എങ്ങനെ ഒരു നിയമം പുതുതായിട്ടുണ്ടായി അത് അടയ്ക്കാൻ പറയുക? അങ്ങനെയാണെങ്കിൽ റേഷൻ കടകൾ അടയ്ക്കണം, സപ്ലൈകോ അടയ്ക്കണം, ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ അടയ്ക്കണം. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും പുതുതായിട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടം പറയുന്നത്. ഇനി അങ്ങനെ നമ്മുടെ കാര്യത്തിൽ അതും ബാധകമല്ല. കാരണം നമ്മുടെ മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അവർ വന്ന് അടപ്പിച്ചു. നമ്മൾ കോടതിയെ സമീപിച്ചു, കോടതി വന്നു, ഈ നിയമം അവർക്ക് ബാധകമല്ല, വീണ്ടും തുറന്നോളാൻ പറഞ്ഞു. നമ്മൾ വീണ്ടും തുറന്നു, അത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ 14 തുടങ്ങിയ ഒരു സംഗതിക്ക് ഇന്ന് കൊണ്ടുവന്ന് ഒരു നോട്ടീസ് തന്നതിന്റെ പിന്നില് ഈ രാഷ്ട്രീയക്കാരുടെ ഒരു ഗൂഢാലോചനയാണ്. കാരണം ഇവിടുത്തെ CPM-ഉം നമ്മുടെ MLA എല്ലാവരും കൂടി ആലോചിച്ച് കൃത്യമായിട്ട് ഒരു പദ്ധതി ഉണ്ടാക്കിയതാണ്. ഇന്ന് കോടതി അടക്കിയാണ്. ഇനി 1 മാസത്തേക്കാണ് കോടതി കൂട്ടിയിരിക്കുന്നത്.
അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ വെച്ച് ഇന്ന് കാലത്തെ കൊണ്ടുവന്ന് ആ തീരുമാനം തരികയാണ്. അപ്പൊ അവർക്കറിയാം അത് പൂട്ടും, കോടതിയില്ല, ജനങ്ങളെ കഷ്ടപ്പെടുത്താമെന്ന ഒറ്റ ഉദ്ദേശത്തില് കരുതിക്കൂട്ടി വളരെ ആസൂത്രിതമായിട്ട് ചെയ്തൊരു പരിപാടിയാണ്. ഇവിടെയാണ് നമ്മൾ ഈ രാഷ്ട്രീയക്കാരെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എത്രയോ 10-67 വർഷമായിട്ട് ഇവരൊക്കെ വിജയിപ്പിച്ച് വോട്ട് കുത്തി ജയിപ്പിച്ച ആളുകളാണ്. അവസാനം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ടവർക്ക് ഇപ്പൊ 2020 വന്നതിന് ശേഷം അല്ലാതെ അതിനു മുമ്പ് എന്തെങ്കിലും രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ നോക്കിയാൽ അറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. വളരെ വരുമാനം കുറവുള്ള ഒരു പഞ്ചായത്താണ്. കാരണം പലപ്പോഴും നമ്മൾ കണ്ടത് ഇവിടെ ഒരുപാട് വ്യവസായങ്ങളുണ്ടെങ്കിലും അവർക്കൊക്കെ രാഷ്ട്രീയക്കാരെ അവരെ കയ്യിൽ നിന്ന് ഭീമമായിട്ടുള്ള തുക കൈപ്പറ്റിയിട്ട് ഇവർക്കൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തിരിക്കുക. പാവപ്പെട്ടവൻ ഒരുപാട് ടാക്സ് കൊടുക്കുന്നു, അവനെല്ലാം പിഴിയുന്നു. അത് കഴിഞ്ഞിട്ട് വലിയ വ്യവസായങ്ങൾക്കും മറ്റും ഒരു നയാ പൈസ പോലും ഇന്നും 2005 ടാക്സ് അവർ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ കോടതിയിൽ പോകാൻ പോവുകയാണത്. അപ്പോ ഇതുപോലെയുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് പിൻവാതിലിൽ കൂടി ഇവരുടെ കയ്യിൽ നിന്ന് പണം പറ്റുകയാണ് അവര്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ കിഴക്കമ്പലത്തേക്കാൾ കൂടുതൽ വരുമാനം കിട്ടേണ്ട ഒരു പഞ്ചായത്താണ് ഈ ഐക്യനാട് പഞ്ചായത്ത്. പക്ഷെ രാഷ്ട്രീയക്കാര് ആ രീതിയിൽ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്ത് പാവപ്പെട്ടവന്റെ മാത്രം നികുതി പണം കൊണ്ട് നടക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് മാറ്റി എന്നുള്ളതാണ്. അതിനൊക്കെ മാറ്റം വരുത്തും നമ്മൾ. അതിനുള്ള നിയമ നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ ഒരു ദുഃഖമുള്ള ഒരു സംഗതിയാണ്. ഇന്നത്തെ ഓർഡർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് എല്ലാ ക്രമങ്ങളും പൂർത്തിയായതിനു ശേഷം മാത്രമാണ് തുറക്കാമോളൂ എന്നാണ് അതിന്റെ നിർദ്ദേശം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 10 ഇന്ന് മുതൽ ഏതാണ്ട് 50 ദിവസം നമ്മൾ ഇത് പൂട്ടിയിടേണ്ടതായിട്ട് വരും. ഏതായാലും ഏത് രീതിയിൽ അതിനെ നിയമപരമായിട്ട് നേരിടാം അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന് സുപ്രീം കോടതി പോയാലും ഏത് വിധേനയും തുറപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യമാണത്. പക്ഷേ അത് ആ ജോലി എന്നെ ഏൽപ്പിക്കുക നിങ്ങൾ. പക്ഷെ നിങ്ങളൊരു കാര്യം, ഇന്ന് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒരു പ്രതിജ്ഞ എടുക്കണം. കാരണം ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാരെ ചാട്ടവാറ് കൊണ്ടടിച്ച് അറബിക്കടലിൽ എറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇതേ രീതിയിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്ന, നാടിനെ ഉപദ്രവിക്കുന്ന, പാവപ്പെട്ട സാധാരണക്കാരെ ഉപദ്രവിക്കുന്ന ആളുകളെ ഇതുപോലെ നമ്മൾ തുടരാൻ അനുവദിച്ചു കഴിഞ്ഞാല് ഒരു പക്ഷേ നമ്മുടെ നാട് തന്നെ ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ അറിയാം, നമുക്ക് നമ്മുടെ കുട്ടികളൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും നാട് വിട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം മാത്രം 3 ലക്ഷം കുട്ടികളാണ് വിദ്യാഭ്യാസത്തിനായിട്ട് കേരളം വിട്ടു പോയത്. വിദ്യാഭ്യാസത്തിന് വേണ്ടി 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ. ഓരോ വർഷം അത് കൂടുക. ഈ വർഷം ചിലപ്പോൾ അത് 3 ലക്ഷമാവും, അല്ലെങ്കിൽ 4 ലക്ഷമാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ആർക്കും ഈ കേരളത്തിൽ നിന്ന് പഠിക്കാനായിട്ടുള്ള താല്പര്യമില്ല. ഇനി പഠിക്കാൻ പോയ ഏതെങ്കിലും കുട്ടികൾ തിരിച്ചു വരുന്നുണ്ടോ? അതുമില്ല. കാരണം അവര് തിരിച്ചു വന്നാൽ അവർക്കൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെയില്ല. അപ്പൊ അവര് അവിടെ തന്നെ സ്ഥിരമായിട്ട് താമസിക്കും. അപ്പൊ എന്താണ് ഉണ്ടാവുക? നമ്മളൊക്കെ വയസ്സായി ഒരു ദിവസം ഈ ലോകം വിട്ടു പോകേണ്ട വരുന്ന സമയത്ത് മക്കളെ കാണാതെ, മക്കളുടെ സാമീപ്യമില്ലാതെ നമ്മള് ഒരു തുള്ളി വായിൽ വെള്ളം പോലും ഒഴിച്ചു തന്ന് നമുക്ക് ഈ ലോകം വിട്ടു പോകാനായിട്ടുള്ള സാഹചര്യമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഭരിച്ചില്ലാതെയാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ മാറ്റം വരുത്തണം. ഈ രാജ്യത്ത് ജീവിക്കാനായിട്ട്, ഈ നാട്ടിൽ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇത് നമ്മുടെ നാടാണത്. ഈ നാട് നമുക്ക് പിടിച്ചെടുക്കണം. അത് രാഷ്ട്രീയക്കാർ കൊള്ളയടിച്ച് നശിപ്പിച്ച് കളയാനായിട്ടുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. അതിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. 67 വർഷം നമ്മളെ കൊള്ളയടിച്ചു. നിങ്ങളെയും എന്നെയും ഈ നാടിനെയും കൊള്ളയടിച്ചു. നിങ്ങളുടെയും എന്റെയും ഒക്കെ വേർപ്പിന്റെ അധ്വാനത്തിന്റെ ഫലം നിന്നാണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിന് മാറ്റം വരുത്തണം. ഇവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്ക്. ഇവരാരെങ്കിലും, നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ടാവും, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇവരാരെങ്കിലും ജനിച്ചതിന് ശേഷം തൊഴിൽ ചെയ്ത് പണിയെടുത്ത് അധ്വാനിച്ച് ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചതായിട്ട് പറയാമോ നിങ്ങൾക്ക്? ഒറ്റെണ്ണം ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെയും എന്റെയും അധ്വാനമാണ് ഇവരുടെ ഭക്ഷണം. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവരുടെ ഒരു വരുമാന മാർഗമാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഫ്ലെക്സുകൾ നോക്കുക, അല്ലെങ്കിൽ നോട്ടീസുകൾ നോക്കുക. അങ്ങ് ചാലക്കുടി മുതൽ ഇങ്ങേറ്റം വരെ നോക്കിക്കഴിഞ്ഞാല് ഓരോരുത്തരും എത്ര കോടികളാണ്.
കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയൊക്കെ നിയമം അനുസരിച്ച് 95 ലക്ഷം രൂപ ചെലവാക്കാമുള്ളൂ. പക്ഷേ കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും ഏതാണ്ട് എനിക്ക് ഒരു 15 കോടിയിൽ കുറയാത്ത രൂപ ഇതുവരെ ചെലവാക്കിയിട്ടുണ്ട്. അത്രമാത്രം പോസ്റ്ററുകളും ഫ്ലെക്സുകളും കയ്യാലയിലൊക്കെ എഴുത്തുകളുമാണ്. ഈ പണം എവിടെ നിന്ന് കിട്ടുന്നു? 15 കോടി 20 കോടിയും ഒരു പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ചെലവാക്കുക എന്ന് പറയുമ്പോൾ അവൻ വെറുതെ ചെലവാക്കില്ല. അപ്പോ 15 കോടി ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ 25 കോടി അവർക്ക് ഉണ്ടാക്കാൻ അറിയാം. അത് ഈ നാടിനെ കട്ടും മോഷ്ടിച്ചും കൊള്ളയടിച്ചും നമ്മളെയൊക്കെ ഊറ്റിക്കുടിക്കുന്നതാണത്. അവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ഐക്യനാട് മാത്രം രക്ഷപ്പെട്ടാൽ പോരാ. കേരളത്തിലെ 943 പഞ്ചായത്തുകൾ രക്ഷപ്പെടണം. പലരും ചോദിക്കുന്നുണ്ട്, ഈ 2020 പാർലമെന്റിൽ എന്താ കാര്യം? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം രക്ഷപ്പെടില്ല. പാർലമെന്റിൽ എന്താണ് കാര്യമെന്ന് നമ്മൾ ജയിപ്പിച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. കാരണം 67 വർഷം കൊണ്ട് നമ്മൾ ജയിപ്പിച്ചു വിട്ട MP-മാര് എന്താണോ കേരളത്തിൽ ചെയ്തിരിക്കുന്നത് അതിന്റെ 10 ഇരട്ടി 5 വർഷം കൊണ്ട് 2020 MP തെളിയിച്ചു തരാം, ചെയ്ത് കാണിച്ചു തരാം. അതാണ് നമ്മുടെ വാഗ്ദാനം. അതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത്? ഒരു MP-ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? അവിടുത്തെ കുടുംബങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ തെളിയിച്ചു തരാം. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ഇവിടെ ഇനിയും ഇതുപോലെയുള്ള നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ അടപ്പിക്കുക, മെഡിക്കൽ സ്റ്റോറുകൾ അടപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടിയുമായിട്ട് ഒരു രാഷ്ട്രീയക്കാരനും നമ്മുടെ നേരെ യുദ്ധത്തിന് വരാതിരിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി നിങ്ങൾ കൊടുക്കണം ഈ വൃത്തികേട് ചെയ്ത ആളുകൾക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥിരമായിട്ട് ഇവരിത് പൂട്ടിച്ചു കളയും. അതെല്ലാവരും മനസ്സിൽ കുറിച്ചിടണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ വേണ്ടത്, കഴിഞ്ഞ തവണ 13,000 വോട്ടാണ് നമ്മുടെ ഐക്യനാടുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നു പഞ്ചായത്തിലേക്ക് നമുക്ക് ഏതാണ്ട് 7,500 വോട്ട് കിട്ടി. പകുതി ഏതാണ്ട് 50-52%. അന്ന് 2020 അധികം ആളുകൾക്ക് അറിയില്ല. ഇന്ന് ഐക്യനാടിലെ എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങൾക്കും 2020 അറിയാം. 2020യുടെ പ്രവർത്തനം അറിയാം. എല്ലാവരും അത് അനുഭവിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയവരാണ്. അപ്പൊ നിങ്ങൾ ഓരോ കുടുംബങ്ങളും കയറി, ഈവൻ കമ്മ്യൂണിസ്റ്റുകാരായിട്ടിക്കോട്ടെ, യഥാർത്ഥ കമ്മ്യൂണിസം നടപ്പിലാക്കുന്നത് നമ്മളാണ്. തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് നമ്മളാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മളാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി 13,000 വോട്ടുണ്ടെങ്കിൽ 10,000-ൽ കുറയാത്ത വോട്ട് 2020ക്ക് മേടിച്ച് ചരിത്ര വിജയം ഉണ്ടാക്കണം. ഇനി അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പാണ്, ഇന്നിപ്പോ നമ്മൾ കിഴക്കമ്പലത്ത് പോയാണ് ഭക്ഷ്യസുരക്ഷാ സാധനം മേടിക്കുന്നത്. ഒന്ന് നമുക്കത് തുറപ്പിക്കുക മാത്രമല്ല, ഇനി ആരും അടപ്പിക്കാനായിട്ടുള്ള അവന്റെ കൈ പൊങ്ങരുത്. അതിനുള്ള തിരിച്ചടിയാണ് നമ്മൾ കൊടുക്കുന്നത്. 2, നമുക്ക് കിഴക്കമ്പലത്ത് പോയി മേടിക്കാതെ ഇവിടെ തന്നെ അല്ലെങ്കിൽ ഇതിനോടടുത്ത് തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ പോയി മേടിക്കാവുന്ന രീതിയിൽ ഒരു സ്റ്റാൾ ഇവിടെ ഉണ്ടാവണം. 70% വോട്ട് താ, അതിനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. 70% വോട്ട് നിങ്ങൾ. അതുകൊണ്ട് എല്ലാവരും നടന്ന് പ്രവർത്തിക്കണം. അത് മാത്രമല്ല, ഇനി ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനും നമ്മുടെ നേരെ യുദ്ധത്തിന് വരരുത്. വന്നാൽ അവന്റെ കൈ വെട്ടുമെന്നുള്ള രീതിക്ക് മറുപടി നമ്മള് ബാലറ്റ് പേപ്പറുകളിലൂടെ കൊടുക്കണം. നമ്മുടെ ചിഹ്നം എന്താണെന്ന് അറിയാലോ? ഓട്ടോറിക്ഷ, സാധാരണക്കാരന്റെ ചിഹ്നം, പാവപ്പെട്ടവന്റെ വാഹനം, സാധാരണക്കാരുടെ വാഹനം. അപ്പോൾ നമ്മുടെ വാഹനം, നമ്മുടെ പാവപ്പെട്ടവരുടെ പാർട്ടിക്ക് പാവപ്പെട്ടവരുടെ വാഹനം, സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷയ്ക്ക് വോട്ട് ചെയ്ത് ഓരോരുത്തരും ഇന്ന് മുതൽ ഒരു 10 ദിവസം നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. ഇത് നമുക്ക് ഒരു തിരിച്ചറിവാണ്. ഇനി ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനും ഈ പ്രസ്ഥാനത്തെ ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്ത് ഈ പ്രസ്ഥാനത്തെ ഇല്ലാതെയാക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ സാധിക്കില്ല. ഇത് ജനങ്ങളാണ്, ജനങ്ങളുടെ ശക്തിയാണ്, ഇത് ഐക്യനാടാണ്. ഇവിടെ ഇത് നടക്കില്ല, നടപ്പാവില്ല എന്ന് തെളിയിച്ചു കൊടുക്കണം. എന്താണ്? ഉറപ്പല്ലേ? എല്ലാവരും ഉറപ്പല്ലേ? അപ്പൊ എല്ലാവരും നിങ്ങൾ പ്രവർത്തിക്കണം. ഈ പറയുന്ന എല്ലാ മെമ്പർമാരും, ഞാനടക്കം നിങ്ങളെ കാണുമ്പോഴാണ് എന്റെ ശക്തി. ഞാൻ നിങ്ങളിൽ നിന്ന് ഇതുവരെ ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒന്നും ആഗ്രഹിച്ചില്ല.
ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിനു വേണ്ടിയിട്ടാണ് എന്റെ ബിസിനസ്സും എന്റെ കുടുംബവും കുട്ടികളെയും എല്ലാവരെയും അവർക്ക് കിട്ടുന്ന സമയം വരെ മാറ്റി വെച്ചിട്ട് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് കൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തെരുവിലിറങ്ങി ഞാൻ പ്രസംഗിക്കുന്നതും ശബ്ദമുയർത്തുന്നതും ഇവരെ അഴിമതിക്കും തെമ്മാടിത്തത്തിനും ഗുണ്ടായുസത്തിനുമെതിരെ ശബ്ദമുയർത്തുന്നതും. അപ്പോ നിങ്ങളുടെ ഈ സ്നേഹം, നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങള് പാവപ്പെട്ടവരുടെ കണ്ണുനീര്, നിങ്ങളുടെ ചിരിക്കുന്ന മുഖം, അത് മാത്രമാണ് എന്റെ ഊർജം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് 10,000-ൽ കുറയാത്ത വോട്ട് ഐക്യനാട് ഉറപ്പാക്കി ഈ പറയുന്ന പ്രസ്ഥാനത്ത് നമ്മുടെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അപേക്ഷ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മഴയായി പെട്ടെന്ന് പിരിച്ചുവിടുകയാണ്.